യൂട്യൂബ് എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു കാര്യം യൂട്യൂബിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ലോട്ടറി ടിക്കറ്റ് പോലെയാണെന്നാണ്. കാരണം ഗോൾഡൻ പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ, വൈറലാകുന്ന വീഡിയോകൾ, മിസ്റ്റർ ബീസ്റ്റൊക്കെ കാണിക്കുന്ന വമ്പൻ സ്റ്റണ്ട്, ലക്ഷങ്ങളുടെ ആഡ് റവന്യൂ കിട്ടുന്ന ഫാമിലി വ്ളോഗുകൾ, അതിൻ്റെ സ്ക്രീൻഷോട്ട്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നൊരു കാര്യം ലക്കുള്ളവൻ്റെ കളിയാണ്, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഷോ ഓഫ് ആണ് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയട്ടെ. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് എന്ന് ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ 2026 കടക്കുമ്പോൾ ഒരു ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ഫേമസ് ആകാനോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീർന്നു പോകുന്ന ട്രെൻഡുകൾക്ക് പുറകെ പോയി റീൽസിലും ടിക്ടോക്കിലും ഒക്കെ ഇടുന്ന പോലെയുള്ള ഷോർട്ട് വീഡിയോകൾ ഇടാനോ ഉള്ളതല്ല. നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന നമ്മുടെ ചിന്തകളുടെ ഒരു ഡിജിറ്റൽ പതിപ്പുണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഞാൻ കാണുന്ന യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ലേറ്റായി പോയില്ലേ, വണ്ടി ആൾറെഡി സ്റ്റാൻഡ് വിട്ടു പോയിട്ടില്ലേ എന്ന്. യൂട്യൂബിൽ നിറയെ ആളുകളാണ്, അൽഗോരിതം ഭയങ്കര ടൈറ്റാണ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു തോട്ടുണ്ടല്ലോ, ഈ 2026 ഇപ്പോൾ ചിന്തിക്കുന്ന ഇതേ കാര്യം, ഇത് തന്നെയാണ് 2017 ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും വിചാരിച്ചിരുന്നത്. 2020 സമയത്ത് കൊറോണ ടൈമിലും ഇത് തന്നെയാണ് വിചാരിച്ചത്. 2023 24 25 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യം ഇതാണ്. എല്ലാവർക്കും ചാനലുണ്ട്, മുക്കിന് ചാനലുണ്ട്, മലയാളികളെല്ലാം യൂട്യൂബിലുണ്ട്. സോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ 3.5-4 കോടി ആളുകളല്ലേ ഉള്ളൂ, അതിൽ 1-2 കോടി ആളുകളായിരിക്കും വല്ലപ്പോഴെങ്കിലും യൂട്യൂബിൽ കയറുക. അങ്ങനെയൊക്കെയുള്ള ധാരണയുണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നേരെ തിരിച്ചാണ്. നമ്മൾ ഈ കാണുന്ന തിരക്കും ബഹളവും ഒക്കെ തന്നെ വെറും ഒരു നോയ്സാണ്. അതായത് ക്വാളിറ്റിയുള്ള, ചിന്തിപ്പിക്കുന്ന, വ്യക്തമായി കാര്യങ്ങൾ പറയുന്ന കണ്ടൻറ്റ് ഇടുന്ന ക്രിയേറ്റേഴ്സ് അവരിപ്പോഴും നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ വളരെ റെയറാണ്. ആ സ്പേസിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഇതൊരു ഹോബി മാത്രമല്ല, ഇന്നത്തെ മോഡേൺ എക്കോണമിയിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലെവറേജ് ആയിരിക്കും നിങ്ങൾ നിർമ്മിക്കാൻ പോവുക. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, അതായത് വെറുതെ തുടങ്ങലല്ല, ചെയ്യുന്ന കാര്യത്തിന് ക്വാളിറ്റി ഉണ്ട് എന്ന് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്കതിൽ കഴിവുണ്ട് എങ്കിൽ ഇപ്പോഴും യൂട്യൂബിൽ ഇറങ്ങാൻ വൈകിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിതിൻ രാജ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെറുതെ കണ്ടൻറ്റ് കണ്ടിരുന്ന ഒരാളിൽ നിന്ന് കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ഒരാളിലേക്ക് ഞാൻ മാറി. യൂട്യൂബിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസൊക്കെ കിട്ടുന്ന, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു മാറ്റം കരിയറിൽ മാത്രമല്ല മാറിയത്, കാരണം എനിക്കിപ്പോൾ യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കാനുള്ള എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. എന്നാൽ യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഈ ഒരു കരിയർ ഞാൻ ഈ ലോകത്തെ കാണുന്നത് എങ്ങനെ മാറ്റിമറിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെറുതെ ഫോണിൽ നോക്കിയിരിക്കുന്നത് നിർത്തിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിനും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും, എന്തിന് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ പോലും എന്ത് മാറ്റം സംഭവിക്കുക? വെറുതെ കുറച്ച് തിയറി പറയുകയല്ല. ക്രിയേറ്റർമാർക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നും മുഖം കാണിക്കാതെ തന്നെ എങ്ങനെ ജയിക്കാമെന്നും സ്കിൽ എക്കോണമി എന്ന പുതിയ ലോകത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ മാറ്റം സംഭവിക്കാൻ പോകുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ഇതിന് ഞാൻ വിളിക്കുന്നത് ഫോഴ്സിങ് ഫങ്ഷൻ ഓഫ് ക്ലാരിറ്റി എന്നാണ്. അതായത് നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എല്ലാവർക്കും എല്ലാം അറിയാമെന്ന്. നമ്മളൊരു പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി കാണുന്നു, നമ്മൾ തലയാട്ടും, എന്നിട്ട് പറയും, ആഹാ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന്. പക്ഷേ സൈക്കോളജിയിൽ ഇതിനെ വിളിക്കുന്നത് ഇല്യൂഷൻ ഓഫ് കോമ്പീറ്റൻസ് എന്നാണ്. കണ്ടാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നതും ശരിക്കും നമുക്ക് മനസ്സിലാകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ അറിവ് മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ അപ്പോൾ അറിയാൻ പറ്റും, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് കാര്യം അറിയില്ല. നമ്മുടെ അറിവിലുള്ള വിടവുകൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം ലളിതമായി വിശദീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വേണ്ടത്ര ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. യൂട്യൂബ് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് വാ, നിനക്ക് ഭാവിയുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടാനായിട്ട് തീരുമാനിക്കുന്ന സമയം നമ്മൾ നമ്മളെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർക്കുകയാണ്. അവിടെ പ്രൊഫസർ നമ്മളാണ്, സ്റ്റുഡൻറ്റ് നമ്മളാണ്. നമ്മൾ വെറുതെ കാഴ്ചക്കാരായി ഇരിക്കുന്നത് നിർത്തിയിട്ട് സിനിമ കാണുമ്പോൾ കഥ മാത്രമല്ല, അതിൻ്റെ കളർ ഗ്രേഡിങ്ങും എഡിറ്റിങ്ങും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്താണെന്ന് ചിന്തിക്കും. ഇതിനെയാണ് ക്രിയേറ്റേഴ്സ് ഐ എന്ന് വിളിക്കുന്നത്. ഇത് യൂട്യൂബിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല. നാളെ നിങ്ങളൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴോ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ നിങ്ങൾക്ക് വാക്കുകൾക്ക് വല്ലാത്തൊരു ഷാർപ്പ്നെസ് ഉണ്ടാവും. നിങ്ങൾ മികച്ച രീതിയിൽ എഴുതാൻ പഠിക്കും, സംസാരിക്കാൻ പഠിക്കും, ചിന്തിക്കാൻ പഠിക്കും. ഇത് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ല. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഫീഡ്ബാക്ക് ലൂപ്പിൽ നിന്നും എക്സ്പീരിയൻസ് വഴി കിട്ടുന്നതാണ്. വ്യക്തതയുള്ളവനെയാണ് യൂട്യൂബ് വിജയിപ്പിക്കുക. കൺഫ്യൂഷൻ ഉള്ളവരെ അതങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമിൻ്റെ കാലമൊക്കെ കഴിയാറായെന്ന് ഞാൻ പൂർണ്ണമായും പറയും.
നമ്മൾ ജീവിക്കുന്നത് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കൊരു ജോലി വേണമെങ്കിൽ നമ്മൾ റെസ്യൂമെ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ CV അയച്ചു കൊടുക്കും, പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, എനിക്ക് കോഡിംഗ് അറിയാം എന്നൊക്കെ. ഏത് കോളേജിൽ പഠിച്ചു എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലിനെ കുറിച്ചുള്ളൊരു ധാരണ. നല്ലൊരു കോളേജിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്ക് നല്ല സ്കില്ലുണ്ടാവും. പക്ഷേ 2026 വിശ്വാസം വരുന്നത് തെളിവുകളിൽ നിന്നാണ്, പ്രൂഫിൽ നിന്നാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. നിങ്ങളൊരു പ്രോഗ്രാമർ ആണെങ്കിൽ എനിക്ക് കോഡിംഗ് അറിയാം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കോഡ് ചെയ്യുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ തംബ്നെയിൽസ് ആണ് അവരുടെ തെളിവ്. എൻ്റെ എത്രയോ ഫ്രണ്ട്സിന് വലിയ ടെക് കമ്പനികളിൽ സീനിയർ റോളുകൾ കിട്ടിയിട്ടുണ്ട്. അവരാരും കവർ ലെറ്ററും വെച്ച് അപേക്ഷിച്ചവരല്ല. അവരുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ട് പലപ്പോഴും പല സ്ഥാപനങ്ങളും അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഗേറ്റ് കീപ്പർമാരെ ഒഴിവാക്കി നേരിട്ട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. അവരുടെ പുറകെ നമ്മൾ ഓടേണ്ട, പകരം അവസരങ്ങൾ നമ്മളെ തേടി വരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനും ഇപ്പോൾ എൻ്റെ ചാനലിലേക്ക് വീഡിയോ എഡിറ്റേഴ്സിനെയും തംബ്നെയിൽ ഡിസൈനേഴ്സിനെയൊക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് മെയിൽ അയക്കുന്ന സമയത്തും പ്രധാനമായിട്ട് നോക്കുന്നത് അവരുടെ ക്വാളിഫിക്കേഷനോ CV ഒന്നുമല്ല. അവർ മുമ്പ് ചെയ്ത വർക്കുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ടെസ്റ്റിന് വേണ്ടി സാമ്പിൾ വീഡിയോയോ വർക്കോ കൊടുത്തിട്ട് 1-2 വർക്ക് ചെയ്ത് ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ആൾറെഡി ഈ ടെസ്റ്റിങ്ങിന് നിൽക്കാതെ തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നൊരു കാര്യം. പലരും വിചാരിക്കുന്നത് ബിസിനസ് കാർഡ് കൊടുക്കുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്നാണ്. തെറ്റാണ്. ശരിക്കുള്ള നെറ്റ്വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റുകൾ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വൈബുള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നതാണ്. നമ്മൾ വെറും ഒരു ഓഡിയൻസിനെ അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ നമ്മുടെ കഴിവ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും, ജിതിൻ ഞാനൊരു ഇൻട്രോവേർട്ടാണ്, എനിക്ക് മുഖം കാണിക്കാനൊന്നും വയ്യ, ഫേമസ് ആകാനും താല്പര്യമില്ല. നിങ്ങൾ നോക്കുക, ഈ ക്രിയേറ്റർ എക്കോണമിയെ പറ്റിയുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണിത്. ഇവിടെ ജയിക്കാൻ നിങ്ങൾ സ്റ്റാർ ആകേണ്ട കാര്യമില്ല, ഫേമസ് ആകേണ്ട കാര്യമില്ല. സത്യത്തിൽ യൂട്യൂബിലെ ഏറ്റവും വരുമാനമുള്ള പല ചാനലുകളും ആരാണ് സംസാരിക്കുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ കുച്ച് ഗസാർട്ട് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ബ്രൈറ്റ് സൈഡ് എന്ന് പറയുന്ന ചാനലുണ്ട്. അങ്ങനെ പല വലിയ ചാനലുകളും, ഫേൺ, മെലഡി ഷിപ്പ്, ഇതിലൊന്നും തന്നെ ആരാണ് സംസാരിക്കുന്നത്, ആരാണ് ഓണർ എന്ന് പോലും പലർക്കും അറിയില്ല. വ്ളോഗിൻ്റെ കാലമൊക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വാല്യൂവിന് വിലയുള്ളൊരു കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കൊരു കഴിവുണ്ടോ, കോഡിംഗ് ആയാലും ഹിസ്റ്ററി ആയാലും ഫിനാൻസ് ആയാലും, ആ അറിവാണ് വാല്യൂ, നിങ്ങളുടെ മുഖത്തിനല്ല. സ്റ്റോക്ക് ഫുട്ടേജോ അനിമേഷനോ സ്ക്രീൻ റെക്കോർഡിങ്ങോ, ഇപ്പോൾ AI ഇമേജസും AI വീഡിയോസോ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അതല്ല, ചാനൽ തുടങ്ങാൻ തീരെ താല്പര്യമില്ല എന്ന് തന്നെ വയ്ക്കുക, എന്നാലും നമ്മൾ സ്കില്ലുകൾ പഠിക്കണം. കാരണം ഇനി അങ്ങോട്ട് യൂട്യൂബ് ചാനലുകൾ തുടങ്ങി സക്സസ് ആകുന്ന ആളുകൾക്ക് ചുറ്റും അവർക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗോൾഡ് റഷ് നടക്കുന്നുണ്ട്. സ്വർണം വാരാൻ പോകുന്നവരേക്കാൾ കൂടുതൽ കാശുണ്ടാകുന്നത് സ്വർണം വെട്ടിയെടുക്കുന്ന മൺവെട്ടി ഉണ്ടാക്കി വിൽക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതേപോലെ തന്നെ എന്നെ പോലെയുള്ള ഓരോ ക്രിയേറ്ററും ഓരോ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എഡിറ്റർമാരെ വേണം, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ വേണം, തംബ്നെയിൽ ഡിസൈനർമാരെ വേണം. നിങ്ങൾ നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചാൽ ഹൈ ഡിമാൻഡുള്ള ഒരുപിടി സ്കില്ലുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും ജോലി കിട്ടാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങാൻ സാധിക്കും. എൻ്റെ അടുത്ത് ഒരാൾ എഡിറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചാൽ ഞാൻ ചിലപ്പോൾ നോക്കില്ലായിരിക്കും. പക്ഷേ അയാൾ ചെയ്ത 5 വീഡിയോയുടെ ലിങ്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് വ്യൂസ് ഇല്ലെങ്കിൽ പോലും ആ ക്വാളിറ്റി കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ടീമുകളിലേക്ക് ആളുകൾ എടുക്കുമ്പോൾ നോക്കുന്നത് ഡിഗ്രി അല്ല, അവർക്ക് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്ത് ധാരണയുണ്ട്, പഠിക്കാൻ റെഡിയാണോ, പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ റെഡിയാണോ, ട്രെയിൻ ചെയ്ത് കൂടെ കൂടാൻ തയ്യാറാണോ എന്നാണ്. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിനെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിയേറ്റർ ആകാം, അല്ലെങ്കിൽ ക്രിയേറ്റർമാർ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കിടെക്റ്റ് ആവാം. ഇനി നമുക്ക് ആനക്കാര്യം സംസാരിക്കാം. ക്യാമറയും ഗിയറും, ഇതൊരു സൈക്കോളജിക്കൽ കേണിയാണ്. നല്ല ക്യാമറയും മൈക്കും ലൈറ്റും ഇല്ലാതെ ഒരാൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് മടിയെ ന്യായീകരിക്കാൻ കണ്ടെത്തുന്ന ഒരു ഒഴിവ് കഴിവ് മാത്രമാണ്. സത്യം എന്താണ്? 2026 തുടങ്ങാൻ നിങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങളുടെ പോക്കറ്റിലുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ. 10 വർഷം മുമ്പ് സിനിമ പിടിച്ച ക്യാമറയേക്കാൾ ക്വാളിറ്റി ഇപ്പോൾ ആ സ്മാർട്ട് ഫോണിനുണ്ട്. യൂട്യൂബിലെ കാര്യങ്ങൾ ഇതാ ഇങ്ങനെയാണ്. 1, ഐഡിയ അല്ലെങ്കിൽ ആശയം. തംബ്നെയിലും ടൈറ്റിലും ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ആരും വീഡിയോ കാണില്ല. ഓക്കെ, അപ്പോൾ അത് അട്രാക്റ്റീവ് ആയിരിക്കണം. 2, ഓഡിയോ ആണ്. വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഓഡിയോ ക്ലാരിറ്റി മോശമായാൽ നമ്മുടെ വീഡിയോ ഒരു തവണ കണ്ടവർ പോലും വീണ്ടും കാണാനൊന്നും മടിക്കും. 3-മത്തേതാണ് സ്ക്രിപ്റ്റ്. 4-മത്തേത് വിഷ്വൽസ്. ക്യാമറയുടെ ക്വാളിറ്റി വരുന്നത് ഏറ്റവും അവസാനമാണെന്ന് ഞാൻ പറയും.
സ്റ്റുഡിയോ ഒന്നും വേണ്ട, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഒരു മുറിയും വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഒരു ഫോണും മതി. ലൈറ്റ് ഇല്ലെങ്കിൽ ജനലിൻ്റെ അടുത്തേക്ക് മാറിയിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക. യൂട്യൂബിൽ തന്നെ ഇതിനെക്കുറിച്ച് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. ഇനി എൻ്റെ തന്നെ ഒരു കോഴ്സ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്തിട്ടുണ്ട്. കയറി നോക്കുക, നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. അതുമാത്രമല്ല, ആ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ പല കാര്യങ്ങളും, ഈ ടോപ്പിക് ഉൾപ്പെടെ പല കാര്യങ്ങളും എന്നോടൊപ്പം സംസാരിക്കാം. ആളുകൾ പറയുന്ന സാച്ചുറേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ പറ്റി ഞാൻ പറയാം. അത് മോശം കണ്ടൻറ്റുകളുടെ ഒരു റഷാണ്. ആത്മാർത്ഥമായി ക്വാളിറ്റിയോടെ കണ്ടൻറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. സത്യത്തിൽ വല്ലാത്ത പ്രൊഡക്ഷൻ ക്വാളിറ്റി കാണിക്കുന്നത് ചിലപ്പോൾ വിനയാവും. നിങ്ങൾ പറയുന്ന പോയിന്റ്, അവതരിപ്പിക്കുന്ന രീതി, നിങ്ങളുടെ ആത്മാർത്ഥത, അത് ഓഡിയൻസിന് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനം. നല്ല നാച്ചുറലായി നമ്മളെപ്പോലെ ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുന്ന, ഒരു ബ്രദറിനെ പോലെ സംസാരിക്കുന്ന ആളുകളെയാണ് ഓഡിയൻസിന് ആവശ്യം. ഓക്കെ, എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. നിങ്ങളെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ഞാൻ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് പറയാതിരിക്കുന്നത് മനഃപൂർവ്വം ഒരു സത്യത്തെ മറച്ചു വയ്ക്കുന്ന പോലെയാണ്. സോ ആ സൈഡ് കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് പറയും. നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെ നോക്കിയിരിക്കുകയാണ് എന്ന്. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ കളിയാക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് എന്ന്. ക്രിഞ്ചാകുമോ എന്നുള്ള പേടി. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ആർക്കും നമ്മളെ വേണ്ട. പ്രത്യേകിച്ച് തുടക്കത്തിൽ ആരും നമ്മളെ കാണാൻ പോകുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് തെറ്റുകൾ വരുത്താൻ അവസരം കിട്ടും. നമ്മുടെ ആദ്യത്തെ 10 വീഡിയോകൾ എന്തായാലും മോശമായിരിക്കും. അതാണ് കളിയുടെ റൂൾ. ആദ്യത്തെ വീഡിയോ ഇട്ടിട്ട് ലോകം അവസാനിച്ചില്ല എന്ന് കാണുമ്പോൾ, നമ്മളെ ആരും കൊല്ലാൻ വരുന്നില്ല എന്ന് കാണുമ്പോൾ അപ്പം കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ആ കോൺഫിഡൻസ് ആണ് ഇതിൻ്റെ ബൂസ്റ്റിംഗ് ലെവൽ 1. പിന്നെ ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ജീവിതത്തിൽ എവിടെയായാലും അഭിപ്രായം പറയാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലാതെയാവും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, വ്യൂസ് നോക്കിയിരിക്കരുത്. നമ്പറുകൾ കുറയുമ്പോൾ നമ്മുടെ മൂഡ് മാറും, നമുക്ക് സാഡാവും. അത് പാടില്ല. റിസൾട്ടിനെ സ്നേഹിക്കാതെ പ്രോസസ്സിനെ സ്നേഹിക്കാൻ പഠിക്കുക. വ്യൂസിന് വേണ്ടി വീഡിയോ ചെയ്താൽ പെട്ടെന്ന് മടുക്കും. സ്വയം വളരാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കുന്നത് വരെ അവിടെ നിൽക്കും. മാത്രമല്ല, നിങ്ങളായി തന്നെ ആയിരിക്കണം അവതരിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ആളുകളെ ഇമ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ മറ്റൊരു വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടറിനെ പോലെ പെരുമാറുക, ഒരു പ്രത്യേകം ആറ്റിറ്റ്യൂഡ് ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫസ്റ്റ് ഗ്ലാൻസിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സക്സസ് ആവും. ഒരുപാട് പേര് നിങ്ങളെ ഫോളോ ചെയ്യും, നിങ്ങൾക്ക് ചെല്ലപ്പേരൊക്കെ വരും, കമൻറ്റ് ബോക്സ് നിറയും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ, സക്സസ്സിന് വേണ്ടി നിങ്ങൾ ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയോടൊപ്പം അത് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം വരും. പിന്നെ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. കാരണം നിങ്ങളുടെ കോർ ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആദ്യമുള്ള നിങ്ങൾ അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിനെയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം, പക്ഷേ എപ്പോഴും നമ്മളായി നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് കാണിക്കുന്നുവോ അത് നമുക്ക് മാക്സിമം പീരീഡിൽ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടാവണം. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഏണിങ്സിനെ കുറിച്ച് പറയാം. സാധാരണ ജോലിയിൽ നമ്മൾ സമയം കൊടുക്കുന്നു, പണം വാങ്ങുന്നു. പണി നിർത്തിയാൽ നമ്മുടെ പൈസ നിൽക്കും. എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് പോലെയോ ഒരു സ്റ്റോക്ക് പോലെയാണ്. നിങ്ങളിടുന്ന ഒരു വീഡിയോ നിങ്ങൾ ഉറങ്ങുമ്പോഴും ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്ന് വേണ്ടി നിങ്ങൾക്ക് പണിയെടുക്കുന്ന ഒരു ജോലിക്കാരനാണ്. ഞാനൊരു 6-7 വർഷം മുമ്പിട്ട ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്ക് വരുമാനം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിലുള്ള ലിങ്കിൽ ആളുകൾ ക്ലിക്ക് ചെയ്ത് കോഴ്സ് എടുക്കുന്നുണ്ട്, അഫിലിയേറ്റഡ് ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സോ തുടക്കത്തിൽ നമുക്ക് 1 രൂപ പോലും കിട്ടില്ല, അത് വ്യക്തമാണ്. 2016, 17, 18 കാലഘട്ടത്തിൽ ഞാൻ യൂട്യൂബിനെ കുറിച്ച് പഠിച്ച് ഇതിൽ വീഡിയോ ഇടുമ്പോൾ 6 മാസത്തോളം 19ഓളം വീഡിയോസുകൾ ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. സോ ആദ്യത്തെ സമയം നമ്മൾ ഫ്രീ ആയിട്ട് പണിയെടുക്കേണ്ടി വരും. അതാണ് നമ്മൾ യൂട്യൂബിലേക്ക് കടന്നു വരാൻ കൊടുക്കുന്ന ആദ്യത്തെ അഡ്മിഷൻ ഫീസ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലാണ് 99.9% ആളുകൾ നിർത്തിപ്പോകുന്നത്. കാരണം പൊതുവേ എല്ലാവർക്കും ഉള്ളത് എംപ്ലോയി മെൻറ്റാലിറ്റിയാണ്. നല്ല ജോലി ചെയ്താൽ കൂലി കിട്ടണം. പക്ഷേ യൂട്യൂബിൽ കണ്ടൻറ് ഇടുക എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഓരോ വീഡിയോയ്ക്കും ഓരോ ആസ്തിയാണ്, അസറ്റാണ്. കുറച്ച് കഴിഞ്ഞ് ഇത് വളർന്നു വരുമ്പോൾ നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടും. ഇഷ്ടമില്ലാത്ത പ്രോജക്റ്റുകൾക്ക് നോ പറയാനുള്ള ധൈര്യം ഉണ്ടാവും. കാരണം നമുക്ക് ബാക്കപ്പായിട്ട് ഇങ്ങനെ ഒരു വരുമാനമുണ്ട്. ഈ വരുമാനത്തിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ലോ ഇൻകം കിട്ടുന്ന ഒരു ജോലി നമുക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടിലെത്താനും സ്റ്റാൻഡ് ഉറപ്പിക്കാനും പറ്റും. സോ ഇതാണ് യാഥാർത്ഥ്യം. യൂട്യൂബ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം യൂട്യൂബ് എന്ന് പറയുന്ന കമ്പനി വന്ന സമയമായിരുന്നു. രണ്ടാമത്തെ ബെസ്റ്റ് ടൈം ഏതാ? അതിപ്പോഴാണ്. ഇതിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഏറ്റവും മോശം അവസ്ഥ എന്താ? നിങ്ങൾ കുറച്ച് വീഡിയോ ചെയ്യുന്നു, എഡിറ്റിംഗ് പഠിക്കുന്നു, ക്യാമറ നോക്കി സംസാരിക്കാൻ പഠിക്കുന്നു, ആരും കാണുന്നില്ല. ഓക്കെ, വ്യൂസ് ഇല്ല,
അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മോശം കാര്യം. എന്നാലും പഴയതിനേക്കാൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങളുടെ അറിവും കഴിവും ഒക്കെ നമ്മളിങ്ങനെ നേടിക്കൊണ്ടിരിക്കും. കൂടുതൽ കോഴ്സസ് അറ്റൻഡ് ചെയ്ത് യൂട്യൂബിൻ്റെ തന്നെ വീഡിയോസുകൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ കഴിവ് ഉയർത്തും. ഏറ്റവും നല്ല അവസ്ഥയോ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവും, നല്ല ബന്ധം ഉണ്ടാവും, ലോകത്തോട് സംസാരിക്കാൻ ഒരു വേദി കിട്ടും. തുടങ്ങാതിരുന്നാൽ മാത്രമേ നമ്മൾ തോൽക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നതല്ല, നിങ്ങളെ സഹായിക്കാൻ ഞാൻ അത്തരത്തിലുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. JR ക്രിയേറ്റീവ് അക്കാഡമി എന്ന് പറയും. ഇവിടെ നമ്മൾ ഇൻഫ്ലുവൻസർ ആകാനല്ല പഠിക്കുന്നത്, ഹൗ ടു മാസ്റ്റർ യൂട്യൂബ്. ഞാൻ എന്തിനാണ് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയാമോ? യൂട്യൂബ് ഇതുവരെ സാച്ചുറേറ്റഡ് ആയിട്ടില്ല. വളരെയധികം വാല്യുവേഷൻ ഉള്ള, വളരെയധികം ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. പക്ഷേ അവരുടെ കഴിവ് ആളുകൾക്ക് എത്തിക്കാനൊരു പ്ലാറ്റ്ഫോമും സാഹചര്യവും ഉള്ളപ്പോൾ അത് വേസ്റ്റ് ആകരുത്. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നിങ്ങളെപ്പോലെയുള്ളവരെ ആവശ്യമുണ്ട്. എന്നെ മാത്രമല്ല, ഇതുപോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ മെയിൽ തപ്പിപ്പിടിച്ച് നിങ്ങൾ മെയിൽ അയയ്ക്കുക. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ചാനൽ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഏൺ ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ളവരോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങാതെ നിങ്ങളെ ആരും കാണില്ല.